ഹസൻ മുബാറക്, താങ്കൾ നേരത്തെ പറഞ്ഞു SFI പ്രവർത്തകർ ഈ കേസിൽ പ്രതികളായിരിക്കുന്ന പ്രവർത്തകരെ തള്ളി പറയുന്നു, അവർക്ക് യാതൊരു പിന്തുണയും ഇല്ല എന്ന്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെയെങ്കിൽ ഈ വിദ്യാർത്ഥി മർദ്ദിച്ച കേസിലെ പ്രതികളെ ഹാജരാക്കുമ്പോൾ ജില്ലയിലെ ഉന്നത CPM നേതാവും ഇവർക്കൊപ്പം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിയിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഉത്തരം പറ. അത് CPM നേതാവ് എത്തിയതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിച്ചതിന് അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അല്ല, നല്ല മറുപടി അങ്ങനെയല്ലേ? മറുപടി സ്മൃതി പരുത്തിക്കാട്. സ്മൃതി പരുത്തിക്കാട് ചാനൽ ഡെസ്കിൽ ഇരുന്ന ഒരു CPM നേതാവ്, പേര് പറ. ആരാ CPM നേതാവ്? CPM നേതാവ്, മുതിർന്ന CPM നേതാവ്. CPM നേതാവിന്റെ പേര് പറ. സ്മൃതി പരുത്തിക്കാട്. പേര് നിങ്ങൾ കണ്ടുപിടിക്കും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. പേര് നിങ്ങൾ കണ്ടുപിടിക്കും. താങ്കൾ ഇന്നെ ഭീഷണിപ്പെടുത്തേണ്ട ഹസൻ മുബാറക് പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി അറസ്റ്റിലായ നേതാവാണ് താങ്കൾ. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ട. പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി അറസ്റ്റിലായ നേതാവാണല്ലോ താങ്കൾ, അല്ലേ? താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഹസൻ മുബാറക് അത് നിഷേധിക്കുന്നുണ്ടോ? ഹസൻ മുബാറക് നിഷേധിക്കുന്നുണ്ടോ? താങ്കൾ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി. നിഷേധിക്കുന്നില്ല. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ടെന്ന്. അല്ല, സ്മൃതി പരുത്തിക്കാടിന്റെ ഭീഷണി കഴിഞ്ഞ ദിവസത്തെ പത്രം എടുത്ത് വായിക്കൂ. മുതിർന്ന CPM നേതാവ് പോയിരുന്നോ ഇല്ല എന്നുള്ള പത്രം എടുത്ത് വായിക്കൂ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. താങ്കളെ അങ്ങനെ വെല്ലുവിളിക്കൊന്നും വേണ്ട ഹസൻ മുബാറക്. സിദ്ധാർത്ഥന്റെ ദേഹത്ത് 20 മുറിവുകളുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ഹസൻ മുബാറക്? വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വിട്ട ചില നേതാക്കളുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞു വിട്ട ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ. സിദ്ധാർത്ഥന് 3 ദിവസം ഭക്ഷണം നിഷേധിച്ചിട്ടില്ല എന്നും ഒറ്റ ദിവസമേ മർദ്ദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള പ്രതികരണം നൽകിയ ചില കള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തിലെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടോ? റിപ്പോർട്ടർ ടിവിയുടെ ഞാൻ പറയുന്നു, പത്രവാർത്തയെ ഉദ്ധരിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്ക്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ പത്രവാർത്തകളെ ഉദ്ധരിച്ച് പത്രങ്ങൾ അങ്ങനെ എന്തൊക്കെ എഴുതും? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ് ഞാൻ വായിച്ചത്. വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ വധിച്ച കേസിലെ പ്രതികളെ ഹാജരാക്കുമ്പോൾ ജില്ലയിലെ ഉന്നത CPM നേതാവും ഇവർക്കൊപ്പം മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേസിൽ ആദ്യം അറസ്റ്റിലായ 6 പേരെ ബുധനാഴ്ച രാത്രി കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് സംഭവം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മജിസ്ട്രേറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ കോടതി ജീവനക്കാർ തടഞ്ഞതോടെ അവരുമായി വാക്തർക്കമായി. പോലീസ് ഇടപെട്ടു. അവരെ വകവെക്കാതെ മജിസ്ട്രേറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ പ്രവേശിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. 6 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ട് 1 ദിവസമായി. ഇപ്പോഴാണ് ഹാജരാക്കുന്നു പറഞ്ഞപ്പോൾ പുറത്തു നിൽക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യമെങ്കിൽ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. നിഷേധിക്കൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇത് വളരെയധികം തമാശയാണ്. റിപ്പോർട്ടർ ടിവിയുടെ പ്രധാനപ്പെട്ട ഒരു അവതാരിക മാതൃഭൂമി സത്യവാചകം മാത്രം എഴുതി വെക്കുന്ന ഒരു പത്രമാണെന്ന് കണ്ട് അത് എടുത്തു വെച്ച് ചാനൽ ചർച്ചയിൽ ഇരുന്ന് വായിക്കുന്നു റിപ്പോർട്ടറിന്റെ അവതാരിക. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, ആരാണ് മുതിർന്ന നേതാവെന്ന് കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത അന്വേഷിക്കാൻ റിപ്പോർട്ടർ ചാനലിന് എന്റെ അവകാശമില്ലേ? നിങ്ങൾക്ക് എന്റെ ഹസൻ മുബാറക് അതിൽ ഒച്ചയിടണ്ട. ഹസൻ മുബാറക് പത്രവാർത്ത വായിക്കുന്ന കേൾക്കൂ. SFI നേതാക്കളും കോളേജ് യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കേസിലെ പ്രതികളാണ്. പ്രതികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന ആരോപണമുള്ള സാഹചര്യത്തിലാണ് പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അദ്ദേഹം കോടതിയിലെത്തിയത്. കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ CPM ശ്രമിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ മുൻ MLA CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇപ്പോൾ നേതാവിന്റെ പേര് കിട്ടിയല്ലോ. പേര് കിട്ടിയല്ലോ.
കഴിഞ്ഞോ? മുന്നേ ഒച്ചപ്പാട് കഴിഞ്ഞോ? നേതാവ് രമേശ് ചെന്നിത്തല, ഒച്ചപ്പാട് കഴിഞ്ഞോ? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്ല, ഒച്ചപ്പാട് കഴിഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കണം, നിങ്ങൾ പറയുന്നത് കേൾക്ക്. ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ. നിങ്ങൾ കുറച്ച് അസഹിഷ്ണുത കാണിക്കും. ഞങ്ങൾ പറയട്ടെ, അസഹിഷ്ണുത കാണിക്കാനാണ് പറഞ്ഞതുപോലെ അല്ല, നിങ്ങൾ സഹിഷ്ണുത കാണിക്കും. നിങ്ങൾ ഈ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്ര ധാർമ്മികതയുണ്ടെങ്കിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളൊരു വീഡിയോ ഇടുകയുണ്ടായി. ആ വീഡിയോ 5 മിനിറ്റ് കൊണ്ട് ആ വീഡിയോ എന്തായിരുന്നു? വീഡിയോ യൂട്യൂബ് ചാനൽ ഹസൻ മുബാറക് ഒന്ന് പറയൂ, എന്തായിരുന്നു വീഡിയോ? നിങ്ങൾ പറഞ്ഞു വിട്ട നിങ്ങൾ പ്ലാൻ ചെയ്ത് പറഞ്ഞു വിട്ട രണ്ട് വിദ്യാർത്ഥികൾ പറയുന്നു. ഞാൻ പറയട്ടെ ഹസൻ, ഞാൻ പറയട്ടെ, ഞാൻ വിശദീകരിക്കുകയാണല്ലോ. താങ്കൾ കേൾക്കൂ. നിങ്ങൾ പറഞ്ഞു വിട്ട രണ്ട് വിദ്യാർത്ഥികൾ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. സിദ്ധാർത്ഥനെ 3 ദിവസം പട്ടിണി കിട്ടിട്ടില്ല. സിദ്ധാർത്ഥനെ 3 ദിവസം മർദ്ദിച്ചിട്ടില്ല, 1 ദിവസമേ മർദ്ദിച്ചിട്ടുള്ളൂ. ഇതാണ് ന്യായം. ആ ന്യായം കൊടുക്കുമ്പോൾ ന്യായീകരിക്കുന്നു എന്ന തലക്കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വലിച്ച അതിശേഷം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു നോക്കൂ, കൊടുത്തിട്ടുണ്ടോ എന്ന് എടുത്തു നോക്കൂ. ഹസൻ മുബാറക് എടുത്തു നോക്കൂ, കൊടുത്തിട്ടുണ്ടോന്ന്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ധൈര്യമുണ്ടെങ്കിൽ എടുത്തു നോക്കൂ. താങ്കൾ ഈ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി എന്നെ എടുത്തെടുക്കണ്ട. റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ചയിൽ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഹസൻ മുബാറക്കിന് നാണമുണ്ടോ ഇന്നത്തെ ദിവസം ഈ വെല്ലുവിളി പ്രസംഗം നടത്താൻ? ഹസൻ മുബാറക്കിന് നാണമുണ്ടോ? ഒരു വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ച് കൊന്നിട്ട് ഈ ശബ്ദത്തിൽ സംസാരിക്കാൻ നാണമുണ്ടോ? ഹസൻ മുബാറക് ഈ രൂപത്തിൽ സംസാരിക്കാൻ നാണമുണ്ടോ? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ആ യൂണിറ്റ് പിരിച്ചുവിട് ഹസൻ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആ യൂണിറ്റ് പിരിച്ചുവിട് ഹസൻ മുബാറക്. വലിയ വർത്തമാനം പറയുന്നു. യൂണിറ്റ് പിരിച്ചുവിട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ കൊലയാളി ക്രിമിനലുകളുടെ യൂണിറ്റ് പിരിച്ചുവിട്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളും ക്രിമിനലാണ്. ക്രിമിനലുകൾക്ക് കൂട്ടു നിൽക്കുന്ന നിങ്ങളും ക്രിമിനലിൽപ്പെട്ട ആളാണ്. ഇത് തന്നെയാണ് ഗവർണർ പറയുന്നത്. ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? മാത്രം പറയില്ല. നിങ്ങൾ ഇടിമുറികളിൽ എടുക്കുന്ന കാര്യങ്ങൾ ന്യൂസ് റൂമിലെ ചർച്ചയിൽ എടുക്കാൻ നോക്കരുത്. കേട്ടല്ലോ? നടക്കില്ല. ആടിനെ പട്ടിയാക്കുന്ന കേരളം കാണുന്നുണ്ട്. ആടിനെ പട്ടിയാക്കുന്ന ആരാണെന്ന് കേരളം കാണുന്നുണ്ട്. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.